ഇൻ്റഗ്രേഷൻ ഇൻ വെക്റ്റർ ഫീൽഡ്സിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലൈൻ ഇൻ്റഗ്രൽ എന്നാണ്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഫസ്റ്റ് ഡെഫിനേഷൻ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഒരു കർവ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ആ കർവിൽ നമ്മളൊരു ഫങ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു കർവ് ഉണ്ട്, അതും ഒരു ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇനി കർവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പാരാമീറ്ററൈസേഷൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കർവ് ഇങ്ങനെ നമ്മൾ ഒരു x², അതൊരു കർവാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇപ്പം നമ്മൾ വെക്റ്റർ ഫീൽഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർവും ഇൻ ടേംസ് ഓഫ് വെക്റ്റർ ഫോമിലാണ് കിടക്കുന്നത്. അതിൽ തന്നെ എക്സും വൈയും സെഡിന് പകരം അവർ എക്സും വൈയും സെഡും ഇൻ ടേംസ് ഓഫ് ടിയിലാണ് കിടക്കുന്ന പോലെ അവർ തരുന്നത്. ആക്ച്വലി നമ്മുടെ ആർ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഫോമിൽ കിടക്കുന്ന ഒരു വെക്ടറായിരിക്കും. അതിന് ഇൻ ടേംസ് ഓഫ് ടിയിലാണ് തന്നിട്ടുണ്ടാവുക. ഡയറക്റ്റായിട്ട് എക്സ് വൈ സെഡ് അല്ല രീതിയിൽ തന്നിട്ടുള്ളത്. എക്സും വൈയും സെഡും അവർ ആരേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നിട്ടുള്ളത്, ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ. അതായത് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കർവിൻ്റെ പാരാമീറ്ററൈസേഷൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എക്സിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എക്സ് ഇൻ ടേംസ് ഓഫ് ടിയിൽ, ഇപ്പോൾ ജി പോലെയാണ് വന്നിട്ടുള്ളത്. വൈ ഇൻ ടേംസ് ഓഫ് ടി എച്ച്, സെഡ് ഇൻ ടേംസ് ഓഫ് ടി കെ. അപ്പോൾ ഇങ്ങനൊരു ഫോമിലാണ് നമ്മുടെ കർവ് കിടക്കുന്നത്. ആൻഡ് കർവ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു വെക്റ്ററായിട്ടാണ് കിടക്കുന്നത്. ആൻഡ് ടി എവിടെ തൊട്ട് എവിടെ വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എ തൊട്ട് ബി വരെയാണ് ടി വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ കർവിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ഫങ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ ഡെഫിനേഷൻ ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറയുന്ന കർവിലൂടെയുള്ള ഫങ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ്. എന്തുകൊണ്ടാണ്? എഫ് എക്സിനെയും വൈനെയും സെഡിനെയും ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഫങ്ഷനാണ്. അപ്പോൾ ആ ഫങ്ഷൻ്റെ ഈ കർവിലുള്ള ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. ഓക്കെ, ഇനി അതെന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഫ്രം 1 to n എഫ് ഓഫ് എക്സ് കെ വൈ കെ സെഡ് കെ ഡെൽറ്റ എസ് കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഇത് ആക്ച്വലി ഡെഫിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ഇക്വേഷനാണ് പ്രോബ്ലം വൈസിലൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരാമീറ്ററൈസേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി ഐ പ്ലസ് എച്ച് ഓഫ് ടി ജെ പ്ലസ് കെ ഓഫ് ടി കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പാരാമീറ്ററൈസേഷൻ തന്നിട്ടുള്ളത്. ആൻഡ് ടി വേരീസ് ഫ്രം എവിടെ തൊട്ട് എവിടേക്കാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഈ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയോ? ഇൻ്റഗ്രേഷൻ ഫ്രം കർവ് പാരാമീറ്ററൈസേഷനിലല്ലേ തന്നിരിക്കുന്നത്, ഇൻ ടേംസ് ഓഫ് ടിയിലാണ് തന്നിട്ടുള്ളത്. ടി എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത്? എ ടു ബി. സോ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ്, നോക്കിയേ, ആർ ഓഫ് ടിയിൽ ith കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും ആരെയാണ്? എക്സിനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ എക്സ് എന്ന് പറയുന്നത് ആർ ഓഫ് ടിയിൽ വെച്ച് നോക്കുമ്പം എക്സിൻ്റെ സ്ഥലത്താണ് ജി ഓഫ് ടി കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുൾ ഈ പാരാമീറ്ററൈസേഷനാക്കി മാറ്റുന്ന സമയത്ത് നമ്മുടെ ലിമിറ്റ് കൊടുത്തത് ആരുടെ? ടിയുടെ ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ എല്ലാവരും ടിയുടെ ഫോമിലല്ലേ വരാൻ പറ്റുള്ളൂ, എന്നാലല്ലേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എക്സ് ഇൻ ടേംസിൽ ഓഫ് ടി എന്ന് തന്നിട്ടുണ്ട്. അതായത് എക്സ് എന്ന് പറയുന്നത് ഈ കേസിൽ ജി ഓഫ് ടി ആണ്. വൈ എവിടെ കിടക്കുന്ന ആളാണ്? എച്ച് ഓഫ് ടിയുടെ സ്ഥലത്ത് കിടക്കുന്ന ആളാണ്. ആൻഡ് സെഡ് എന്ന് പറയുന്നത് കെ ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത്. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷനിൽ എക്സും വൈയും സെഡും കാണുന്നിടത്ത് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യണം? ആർ ഓഫ് ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജി ഓഫ് ടിയും എച്ച് ഓഫ് ടിയും കെ ഓഫ് ടിയും അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഈ
ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഡി എസ് എന്ന് പറയുന്നത് നമുക്ക് എഴുതേണ്ടത് മോഡുലസ് ഓഫ് വി ഓഫ് ടി ഇൻറ്റു ഡി ടി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി മോഡുലസ് വി ഓഫ് ടി ഇൻറ്റു ഡി ടി എന്നാണ് ഡി എസിന് പകരം വരിക. അപ്പോൾ നമ്മുടെ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അതിൻ്റെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽസ് എക്സ് മൈനസ് 3y സ്ക്വയർ പ്ലസ് z. അപ്പോൾ ഓവർ ദ ലൈൻ സെഗ്മെൻറ്റ് സി ജോയിനിങ് ദ ഒറിജിൻ ടു ദ പോയിൻറ്റ് 1 1 1. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളത്. ഓക്കെ, ഈ ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് എവിടെ തൊട്ട് എവിടെ വരെയാണ് കർവ് എടുക്കുന്നത്? അപ്പോൾ കർവ് എന്ന് പറയുന്നത് ഒറിജിനെയും, അതായത് ഒറിജിൻ എന്ന് പറയുന്നത് എന്താ, 3 പേരുണ്ടെങ്കിൽ ഒറിജിൻ 0 0 0 എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് നമ്മുടെ ഒറിജിൻ. ആൻഡ് ടു ദ പോയിൻറ്റ് 1 1 1. അപ്പോൾ 0 0 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 1 1 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുന്ന ലൈൻ സെഗ്മെൻ്റ് ആയിട്ടാണ് നമ്മുടെ കർവിനെ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് എക്സ് മൈനസ് 3y സ്ക്വയർ പ്ലസ് സെഡിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ലൈൻ സെഗ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ലൈൻ സെഗ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ്. ഈ കർവിലൂടെയുള്ള നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെൻറ്റ് തരുന്ന സമയത്ത് ഇവിടെ എക്സ് എവിടെ തൊട്ട് എവിടെ വരെയാണ് പോകുന്നത്? എക്സ് എന്ന് പറയുന്ന ആൾ 0 തൊട്ട് 1 വരെയാണ് പോകുന്നത്. അത് നമ്മൾ ഈ ഓർഡേഡ് ട്രിപ്ലറ്റ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ കാണിച്ചു തരുന്നത്. അപ്പോൾ എക്സ് എവിടെ തൊട്ട് എവിടെ വരെ പോകുന്നു? എക്സ് 0 തൊട്ട് 1 വരെ പോകുന്നു. ആൻഡ് സെക്കൻഡ് കമ്പോണൻസ് ആണ് വൈനെ കാണിച്ചു തരുന്നത്. സോ വൈ വേരീസ് ഫ്രം 0 to 1 ആൻഡ് ഓൾസോ സെഡ് വേരീസ് ഫ്രം 0 to 1. അപ്പോൾ എല്ലാവരും 0-ൽ നിന്ന് 1-ലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. 0-ൽ നിന്ന് 1-ലേക്ക് പോകുന്നു, y 0-ൽ നിന്ന് 1-ലേക്ക് പോകുന്നു. അപ്പോൾ അവരിങ്ങനെ നീങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ എക്സിന് ഞാൻ പാരാമീറ്ററൈസേഷൻ കൊടുക്കുകയാണ്. എക്സിന് ഞാൻ എന്താ പാരാമീറ്ററൈസേഷൻ കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ 0-ൽ നിന്ന് 1-ലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ എക്സിനെ ഞാൻ ടി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വൈക്കും 0-ൽ നിന്ന് 1-ലേക്ക് എത്തുന്നു. അപ്പോൾ അതിനൊരു ചേഞ്ച് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വൈനെയും ടി എന്ന് പറഞ്ഞ് വിളിച്ചു. അടുത്തത് സെഡ് എന്ന് പറയുന്നതും 0-ൽ നിന്ന് 1-ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സെഡിനെയും ഞാൻ ടി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പാരാമീറ്ററൈസേഷൻ ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ എക്സിനെയും വൈനെയും സെഡിനെയും പാരാമീറ്ററൈസേഷൻ ഫോം കിട്ടി. ഇനി കർവിനെ പാരാമീറ്ററൈസ്ഡ് ഫോമിലേക്ക് മാറ്റി കൊടുക്കാം. സി എന്ന് പറയുന്നത് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ആർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ്. ആർ ഓഫ് ടിയിൽ ആദ്യം എഴുതുക ആരെയാണ്? എക്സിനെയാണ്. അപ്പോൾ എക്സ് ഇവിടെ ടി ആണ്. സോ ടി വെക്റ്ററാണ്. സോ ഐ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് വൈ കമ്പോണൻ്റ് എഴുതണം. അപ്പോൾ വൈ ഇവിടെ എന്താ നമ്മൾ എടുത്തിട്ടുള്ളത്? ടി തന്നെയാണ്. ആൻഡ് വൈ ആയതുകൊണ്ട് ജെ എന്ന് എഴുതി കൊടുക്കണം. ഇനി അടുത്തത് ആരാ? സെഡ്. സെഡിനെയും നമ്മളിവിടെ എന്താ എടുത്തിട്ടുള്ളത്? ടി എന്നാണ്. സോ ടി കെ എന്ന് എഴുതി കൊടുക്കണം. ആൻഡ് ടി എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നതെന്നും പറയണം. ഇവിടെ നോക്കിയേ, എല്ലാ ടീകളും 0-ൽ നിന്ന് 1 വരെയല്ലേ വേരി ചെയ്യുന്നുള്ളൂ. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ ടീൻ്റെ വേരിയേഷനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പാരാമീറ്ററൈസേഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് കാണുന്നില്ലേ, അതിനെ മാറ്റി എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ മാറ്റി എഴുതുന്നതെന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് എന്താ? എക്സ് മൈനസ് 3y സ്ക്വയർ പ്ലസ് സെഡ്. ഇതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ടിയിൽ എങ്ങനെ മാറ്റി കൊടുക്കാം എന്ന് നോക്കാം.
ദിസ് ഇസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഇവിടെ എന്താ ടി ആണ്. ടി മൈനസ് 3 ഇൻറ്റു വൈ സ്ക്വയർ. വൈ എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടീൻ്റെ സ്ക്വയർ ആണ്. പ്ലസ് സെഡ്. സെഡ് എന്ന് പറയുന്നത് അഗെയിൻ ടി ആണ്. അപ്പോൾ ടി പ്ലസ് ടി 2t മൈനസ് 3t സ്ക്വയർ എന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഫങ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേഷൻ ഇക്വേഷൻ എന്താ പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി മോഡുലസ് വി ഓഫ് ടി ഡി ടി. അപ്പോൾ നമുക്കിനി മോഡുലസ് വി ഓഫ് ടി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആദ്യം വി ഓഫ് ടി കണ്ടുപിടിക്കാം. വി ഓഫ് ടി എന്ന് പറയുന്നത് ആർ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ആർ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ആർ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ ഒരു വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ കറസ്പോണ്ടിങ് ith കമ്പോണൻറ്റ് ഡെറിവേറ്റീവ് പ്ലസ് jth കമ്പോണൻറ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് kth കമ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ആക്കി എഴുതി വെച്ച് കൊടുത്താൽ മതി. ഐയും ജിയും കെ ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ടീൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 1i പ്ലസ് ടീൻ്റെ ഡെറിവേറ്റീവ് 1j പ്ലസ് ടീൻ്റെ ഡെറിവേറ്റീവ് 1k. ഓക്കെ, ഇനി അതിൻ്റെ മോഡുലസ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു വെക്ടറിൻ്റെ മോഡുലസ് എങ്ങനെ എടുക്കുക? മോഡുലസ് എന്ന് പറയുന്നത് റൂട്ടിൻ്റെ ഉള്ളിൽ ith കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ. ഇവിടെ ith കമ്പോണൻറ്റ് ആരാ 1, അയാളുടെ സ്ക്വയർ പ്ലസ് jth കമ്പോണൻറ്റ് ആരാണോ അയാളുടെ സ്ക്വയർ പ്ലസ് kth കമ്പോണൻറ്റ് ആരാണോ അയാളുടെ സ്ക്വയർ. റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 3 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to 1 എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻ ടേംസ് ഓഫ് ടിയിൽ നമുക്ക് വന്നിട്ടുള്ളത് 2t മൈനസ് 3t സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് വി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 3 പിന്നെ ബാക്കിയുള്ള ഡി ടിയും കൂടെ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ആർ ഓഫ് ടി ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കേണ്ട പ്രശ്നം വരുന്നില്ല കേട്ടോ. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാനിത് പുറത്തേക്ക് വെച്ചു. ഇൻ്റഗ്രേഷൻ ഫ്രം 0 to 1 2t മൈനസ് 3t സ്ക്വയർ ഡി ടി. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു 2tൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ വരിക 2 ഇൻറ്റു ടിയുടെ ഇൻ്റഗ്രേഷൻ ടി സ്ക്വയർ ബൈ 2 മൈനസ് ഇനി 3 കോൺസ്റ്റൻ്റ് ആണ് അവിടെ തന്നെ വയ്ക്കുക. ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ ടി ക്യൂബ് ബൈ 3 ഇൻ്റഗ്രേഷൻ ഫ്രം 0 to 1. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി 3ഉം 3ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ടി സ്ക്വയറിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു മൈനസ് ടി ക്യൂബിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 1 സ്ക്വയർ 1 0 പോയി മൈനസ് 1 ക്യൂബ് 1 വന്നു പിന്നെ 0 ആണ് അത് പോയി 1 മൈനസ് 1. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ഓവർ ദ കർവ് സി. ഓക്കെ.